ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹിയിലെ മെഹ്റോളിയിലെ കുത്തബ് മിനാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുത്തബ്ദീൻ ഐബക്ക് ആൻഡ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ഇവർ രണ്ടുപേരും ചേർന്നാണ് കുത്തബ് മിനാർ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കല്ലുകൊണ്ടുള്ള നിർമ്മിതിയാണ് പഴയ കവാടം. സഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വിദേശികൾക്ക് 500 രൂപയും ഇന്ത്യൻ പൗരന്മാർക്ക് 35 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന നിരക്ക്. ഗേറ്റ് കടന്ന് ഞാൻ അകത്തോട്ട് പ്രവേശിച്ചു. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ കോളേജ് കുമാരന്മാരും കുമാരിമാരും സല്ലപിക്കാൻ ഇവിടെ എത്താറുണ്ട്. നിങ്ങൾക്ക് കുത്തബ് മിനാർ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ മെട്രോയെ ആശ്രയിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ പ്രൈവറ്റ് വണ്ടികളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അവർ കറക്കി അടിച്ചുകൊണ്ട് മലയാളികളെ ശരിക്കും പൈസ ഊറ്റി പിഴിഞ്ഞെടുക്കുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്മാരക സമുച്ചയമാണ് കുത്തബ് മിനാർ. 1368 ഇതിന് ഇടിമിന്നലേൽക്കുകയും അത് കഴിഞ്ഞ് ഇത് പുതുക്കി പണി ഒരു നില കൂടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കുത്തബ് മിനാറിന്റെ ചുറ്റുപാടുകൾ വളരെ മനോഹരമായി പരിപാലിക്കുന്നുണ്ട് ഇന്ന്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പച്ച പുൽത്തകിടികൾ. സഞ്ചാരികളെല്ലാവരും കുത്തബ് മിനാറിന്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാണ്. ഡൽഹിയിൽ ഇത്രയും വലിയ നിർമ്മിതി ഉണ്ടായിട്ട് പോലും റോഡുകളിൽ പലപ്പോഴും വളരെ വൃത്തിഹീനമായ ചുറ്റുപാടുകളിലൊന്നാണ് ഡൽഹി. വെള്ളം വളരെ മോശമാണ്. നമ്മൾ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങൾ, മഞ്ഞപ്പിത്തം, കോളറ അങ്ങനെ തുടങ്ങിയ എല്ലാവിധ അസുഖങ്ങളുമായിട്ട് വേണം കേരളത്തിലോട്ട് തിരിച്ചു വരാൻ. കേരളം ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗം തന്നെയാണ്. അതുപോലെ തന്നെ ഡൽഹി അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വായുമലിനീകരണമാണ്. നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും പൊടിപടലങ്ങൾ പറക്കുന്നത്. മിനാരത്തിന്റെ ചുവട്ടിൽ ആണ് ഞാൻ നിൽക്കുന്നത്. പലരും ഫോട്ടോ എടുക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലാണ്. ഇവിടെ പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. മണൽക്കല്ലിൽ പണിത വെറും ഒരു ഗോപുരമല്ല ഇത്. കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെയാണ് ഈ ഒരു ഗോപുരത്തിൻ്റെ പ്രത്യേകത. 72.5 മീറ്റർ നീളമാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള നീളം. കുത്തബ് മിനാറിൻ്റെ 379 പടികൾ കയറിയാൽ കുത്തബ് മിനാറിൻ്റെ മുകളിൽ എത്താം. പക്ഷേ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ, ആത്മഹത്യകൾ ഒക്കെ കാരണം ഇവിടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 1981 തിക്കിലും തിരക്കിലും പെട്ട് 45 പേർ മരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇതിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നാണ്. കുത്തബ്ദീൻ ഐബക്ക് ആണ് ആദ്യ നില നിർമ്മിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ് ബാക്കിയുള്ള നിലകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആകെ മൊത്തം 5 നിലകളാണ് ഉള്ളത്. മിനാരത്തിൻ്റെ താഴത്ത് ഒരു കല്ലുകൊണ്ടുള്ള നിർമ്മിതി കാണാൻ സാധിക്കും. പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകൾ. അതോടൊപ്പം തന്നെ നമ്മൾ നടക്കുമ്പോൾ കാണാൻ പറ്റും മിനാരത്തിൻ്റെ താഴ്വശത്ത് അധികം ആളുകൾ വന്ന് നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. എവിടെ നിന്ന് നോക്കിയാലും രാജപ്രൗഢിയോടെ നിൽക്കുന്ന കുത്തബ് മിനാറിനെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചു നേരത്തെ നടത്തതിന് ശേഷം ഒരു തകർന്ന കെട്ടിടങ്ങൾ കാണുവാനിടയായി. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തെ കെട്ടിടങ്ങളാണിത്. പണി തീരാത്ത മദ്രസകൾ ആണെന്നാണ് അറിയുവാൻ സാധിച്ചത്.
ഒരു കിണറിന് സമാനമായ എന്തോ ഒരു നിർമ്മിതി അവിടെ കാണുവാൻ സാധിച്ചു. ഞാൻ അങ്ങോട്ട് പോകുകയാണ്. എന്താണെന്ന് അറിയത്തൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്കായി കാണിക്കുകയാണ്. ധാരാളം അണ്ണാൻ കുഞ്ഞുങ്ങൾ ഇതുവഴി ഓടി നടക്കുന്നു. നടന്ന് ഞാൻ കുറേ തളർന്നു. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം നടക്കുവാൻ ആരംഭിക്കുകയാണ്. ഡൽഹിയിൽ എത്തിയാൽ നിങ്ങൾക്ക് പച്ചക്കറി, തുണി ഇങ്ങനെയുള്ള വസ്തുക്കളുടെയൊക്കെ വിലക്കുറവാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് മറ്റൊരു ഘടകം. ഇവിടെ ഒരു കവാടമുണ്ട്. ഇതറിയപ്പെടുന്നത് അലൈ ദർവാസ എന്നാണ് അറിയപ്പെടുന്നത്. കൊത്തുപണികളാൽ സമൃദ്ധമാണ് ഇതിനകം. 1311 അലാവുദ്ദീൻ ഖിൽജി എന്ന ഒരു രാജാവാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മരപ്പലകകളാൽ നിർമ്മിതമായ നടപ്പാതകൾ, ചുവന്ന സാൻഡ്സ്റ്റോണിൽ സൂക്ഷ്മമായ കൊത്തുപണികൾ കൊണ്ട് നിർമ്മിതമായ ഒരു കെട്ടിടം തന്നെയാണിത്. ഡൽഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടം കൂടിയാണിത്. തുർക്കിയിൽ നിന്നുള്ള ശില്പികളായിരുന്നു അലൈ ദർവാസയുടെ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരുന്നത്. മിനാറിൻ്റെ സ്ഥാപകരിലൊരാളായ ഇൽത്തുമിഷിൻ്റെ ശവകുടീരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുത്ബുദ്ദീൻ്റെ മരുമകനായിരുന്നു ഇൽത്തുമിഷ്. മരണത്തിനു മുൻപേ തനിക്ക് സ്വന്തമായി കുടീരം പണിതു വച്ച സുൽത്താനാണ് ഇൽത്തുമിഷ്. 1236 അദ്ദേഹം മരിക്കുന്നത്. അടിമ വംശത്തിലെ ഭരണാധികാരിയായിട്ടാണ് ഇൽത്തുമിഷിനെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഇൽത്തുമിഷിൻ്റെ മറ്റൊരു നിർമ്മിതിയാണ് അലൈ മിനാർ. അലാവുദ്ദീൻ ഖിൽജി നിർമ്മാണം തുടങ്ങിവെച്ച ഒരു നിർമ്മിതിയായിരുന്നു അലൈ മിനാർ. ഒരു നില പൂർത്തിയാക്കുന്നതിന് മുമ്പേ അദ്ദേഹം നിർമ്മാണം നിർത്തിവെക്കേണ്ട അവസ്ഥയിലെത്തിയിരുന്നു.
അലാവുദ്ദീൻ മരിക്കുന്നതോടെയാണ് ഈ നിർമ്മാണം ഇവിടെ വച്ച് നിർത്തേണ്ട അവസ്ഥ വന്നത്.